വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നുവെന്നും ഇനിയും വൈകാതെ നാം പാപങ്ങളിൽ നിന്ന് അകരണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. സിയോനിൽ കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ. ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനത അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലൊന്ന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല, തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഭാരമായ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അനുഭവിച്ച സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കിയരുളണമേ. ആമേൻ.